ഹലോ, ഞാൻ അരുൺകുമാർ. എല്ലാവർക്കും വില്ലേജ് ഫ്രൂട്ട്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പപ്പായ കൃഷിയെ പറ്റിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലും. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പങ്ങ. വളരെ സവിശേഷതയുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ്. ഇതിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും പറഞ്ഞാലും തീരില്ല. നിരവധി വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെ പോകുന്നു ഇതിൻ്റെ ഗുണങ്ങൾ. ഇതിൻ്റെ കറ പോലും കളയാനില്ല. പപ്പങ്ങ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഫൈബറിൻ്റെ ഒരു നല്ല കലവറയും കൂടിയാണ്. നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും പ്രമേഹ രോഗികൾക്കും വളരെ അത്യുത്തമം. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ ഇലകൾ ഒന്നാം തരം ജൈവ കീടനാശിനിയും കൂടിയാണ്. നമ്മുടെ വീട്ടിൽ മലക്കറിത്തോട്ടം ക്രമീകരിക്കുമ്പോൾ 3-4 പപ്പായ തൈകളും കൂടെ നടുക. അങ്ങനെ നമുക്ക് വീട്ടാവശ്യത്തിന് പപ്പങ്ങ സുലഭമായി ലഭിക്കുന്നു. പപ്പങ്ങയുടെ ഉപയോഗങ്ങൾ നിരവധിയാണ്. ഇന്ന് ബേക്കറി ആവശ്യത്തിന് മറ്റും ടൂറ്റി ഫ്രൂട്ടി ഉണ്ടാക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. പപ്പങ്ങയുടെ കറയ്ക്കും വളരെ വിലയും നല്ല ഡിമാൻഡും ഉണ്ട്. ഈ വീഡിയോ കാണും പോലെ പപ്പായ മരം നല്ല ഉയരത്തിൽ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അടക്കാൻ വളരെ ബുദ്ധിമുട്ട്. 2-3 മീറ്റർ മുകളിൽ വച്ച് മുറിച്ച് നിർത്തി ഉയരം ക്രമീകരിച്ചാൽ അങ്ങനെ ഒരു കുറ്റി മരം പോലെ ശാഖകൾ വീശി നിറച്ച് കായ്ഫലം തരുന്നു. അങ്ങനെ മാർക്കറ്റിൽ നിന്നും വാങ്ങാതെ വീട്ടാവശ്യത്തിന് പപ്പങ്ങ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ലഭിക്കും. ഇന്ന് കൃഷിക്കാർ വളരെ ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. സ്വദേശത്തും വിദേശത്തും നല്ല വിപണിയും നല്ല വിലയും ലഭിക്കുന്നു. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എങ്കിൽ മാത്രമേ പപ്പായ നടുന്ന രീതികൾ, വളപ്രയോഗം, മറ്റ് കൃഷി രീതികൾ കാണുവാൻ സാധിക്കും. പപ്പായ കൃഷി ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ വളരെ ആദായകരമായ ഒരു കൃഷിയാണ്. ഇന്ന് മാർക്കറ്റിൽ കിലോഗ്രാമിന് 40-50 രൂപയോളം ലഭിക്കും. മറ്റ് പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോഴുള്ള കീടബാധകൾ പൊതുവെ കുറവാണ്. വിത്ത് ശേഖരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പപ്പങ്ങ മുറിച്ചാലോ? പലരും വിത്തുകൾ പാകും, പക്ഷേ കാര്യമായി ഒന്നും
പൊടിക്കാറില്ല. വിത്ത് ശേഖരണം, അതിൻ്റെ പരിപാലനം വളരെ പ്രാധാന്യമുണ്ട്. കണ്ടോ, പപ്പായ കാണാൻ അതിമനോഹരം. അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളും അതിവിശിഷ്ടം. വൈറ്റമിൻ സിയുടെ നല്ല കലവറയും കൂടിയാണ് പപ്പായ. പപ്പായയിൽ നിന്നാണ് പപ്പായൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പഴുത്ത പപ്പായ ചർമ്മ സൗന്ദര്യത്തിനും അതുപോലെ നല്ല ഡൈജഷനും ശ്രേഷ്ഠം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. കൊളസ്ട്രോളിനും വളരെ നല്ലതാണ്. അങ്ങനെ പോകുന്നു പപ്പായയുടെ ഗുണങ്ങൾ. നമുക്ക് ഒരു കഷ്ണം പപ്പങ്ങ കഴിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്താലും. വിത്ത് പാകുന്ന രീതി നിങ്ങൾ വീഡിയോയിൽ കാണും പോലെ ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിൽ പോട്ട് മിശ്രിതം നിറയ്ക്കണം. ഏതാണ്ട് 3/4 ഭാഗത്തോളം നിറച്ചാൽ മതിയാകും. അതിനുശേഷം ചെറിയ ഒരു ലെയർ മണൽ വിരിക്കുക. വീഡിയോയിൽ കാണും പോലെ ഇപ്രകാരം ചെയ്തതിന് ശേഷം വിത്ത് വിതയ്ക്കാവുന്നതാണ്. വിത്ത് പാകിയതിന് ശേഷം വീഡിയോയിൽ കാണും പോലെ ചെറിയ അളവിൽ മണൽ വിരിച്ചു കൊടുക്കുക. ഇതിന് ശേഷം ചെറിയ അളവിൽ വെള്ളവും കൂടി തളിച്ചു കൊടുക്കണം. 2 മാസമായ ചെടിയാണിത്. ഇത് ഏകദേശം 4-5 മാസം പ്രായമുണ്ട്. ഇത് ഗ്രോ ബാഗിൽ പിടിപ്പിച്ച് കൃഷി സ്ഥലത്ത് നടാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് പപ്പായ തൈ നടേണ്ട വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 2-2.5 അടി താഴ്ചയിൽ കുഴി കുന്താലി ഉപയോഗിച്ച് നല്ല കുത്തി ഇളക്കണം. മണ്ണ് നല്ലതുപോലെ ഇളയതിന് ശേഷം മാത്രമേ നടാവൂ. അതിനുശേഷം ഉണങ്ങിയ ചാണകപ്പൊടി വിതറി കൊടുക്കുക. ഒരിക്കലും ജൈവവളം ഇടുമ്പോൾ പച്ച ഇടൽ. എല്ലാം നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം മാത്രമേ ഇടാവൂ. ഇതിന് ശേഷം കുറച്ച് കുമ്മായം കൂടെ കൊടുക്കുക. കുമ്മായം 1 പിടി മതിയാകും. നിങ്ങൾ വീഡിയോയിൽ കാണും പോലെ കമ്പോസ്റ്റോ കരിയിലയോ കൂടെ കൊടുത്താൽ മതിയാകും. അതുപോലെ കൊന്നയില ഒന്നാം തരം ഒരു ജൈവവളവും കൂടിയാണ്.
മരിച്ചിനി ഇല ഉണ്ടെങ്കിൽ മരിച്ചിനി ഇലയും കൂടെ കുഴിയിലിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോലെ ഇതുപോലെ ചെയ്തതിന് ശേഷം പപ്പായ തൈ നടാവുന്നതാണ്. നല്ലതുപോലെ മണ്ണിട്ട് ഉറപ്പിച്ച് വേണം നടുക. ഈ പപ്പായ ഏകദേശം 2.5 വർഷത്തോളം പ്രായമുണ്ട്. ഇതുപോലെ സാമാന്യ പരിചരണങ്ങൾ കൊടുത്താൽ നല്ലതുപോലെ കായ്ഫലം തരുന്ന ഒന്നാണ് പപ്പായ മരം. നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാന്തരം ഫ്രൂട്ടും കൂടിയാണ് പപ്പായ. അടുത്ത വീഡിയോ ഞാൻ റെഡ് ലേഡി പപ്പായയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ മുടങ്ങാതെ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്താലും, അതുപോലെ റെഡ് ലേഡി പപ്പായ എങ്ങനെ കൃഷി ചെയ്യാം, അതിൻ്റെ വളപ്രയോഗം, അതിൻ്റെ മറ്റ് എല്ലാ കൃഷി രീതികളും ഞാൻ പറയുന്നു. ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുവാൻ സമയമാകുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് ബൈ.